ഹലോ, വെൽക്കം ടു ന്യൂസ് ഫ്ലേവേഴ്സ്. ഇന്ന് ഞാൻ എഗ് കറിയാണ് ഉണ്ടാക്കാൻ പോണേ. അതിലെ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഗ്രീൻ പീസ് ആണ്. അപ്പോൾ വീട്ടിൽ വെജിറ്റേറിയൻസ് ഉണ്ടെങ്കിൽ ഗ്രേവിയിൽ എഗ്ഗ് ആഡ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് മാറ്റിക്കഴിഞ്ഞാൽ അത് അവർക്കുള്ള കറിയാവും. പിന്നെ നമുക്ക് എഗ്ഗ് ചേർത്ത് എഗ് കറിയായിട്ട് എടുക്കാം. അതുകൊണ്ട് തന്നെ ഇതൊരു 2 in 1 റെസിപ്പിയാണ്. ഉണ്ടാക്കാൻ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 3 മുട്ട എടുത്തിട്ടുണ്ട്, 1 കപ്പ് ഗ്രീൻ പീസ്, 4 സവാള, 3 തക്കാളി, 3 പച്ചമുളക്, 5 വറ്റൽമുളക്, കുറച്ച് കാഷ്യൂ നട്ട്സ്. പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് കസൂരി മേത്തി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മല്ലിയില, ഗരം മസാല. ഇതൊക്കെയാണ് എഗ് കറി ഉണ്ടാക്കാൻ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. ഞാനിവിടെ ഒരു സ്റ്റീമറിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലോട്ട് സവാള, തക്കാളി, പച്ചമുളക്, വറ്റൽമുളക്, കാഷ്യൂ നട്ട്സും കുറച്ച് ഉപ്പും കൂടി ചേർക്കുവാണ്. ഒരു പാത്രത്തിൽ എണ്ണയോ ബട്ടറോ ഒഴിച്ച് ഒന്ന് ഗ്രീസ് ചെയ്ത് നമുക്കത് മാറ്റി വയ്ക്കാം. ഒരു പാത്രത്തിൽ മുട്ട അടിച്ചൊഴിച്ച് കുറച്ച് ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് നമുക്ക് ഈ മുട്ട ഒഴിച്ചു കൊടുക്കാം. സ്റ്റീമറിൻ്റെ അപ്പർ പോർഷൻ ഇതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് എഗ്ഗ് ബീറ്റ് ചെയ്ത് ഒഴിച്ചു വച്ചിരിക്കുന്ന ട്രേ അതിലോട്ട് വയ്ക്കാം. അടച്ചു വെച്ച് ഇതൊരു 10-12 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ഏകദേശം 15 മിനിറ്റോളമായി. നമുക്കിതിനി തുറന്നു നോക്കാം. മുട്ട നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം നമുക്ക്. നമ്മൾ വേവിച്ച് വെച്ച സവാളയും തക്കാളിയും ഒക്കെ ആറാനായിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. തക്കാളിയുടെ തൊലി എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി മിക്സിയിലിട്ട് നല്ലപോലെ സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. നല്ലപോലെ സ്മൂത്ത് പേസ്റ്റായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി എഗ്ഗ് ഡീമോൾഡ് ചെയ്ത് ചെറിയ ചെറിയ പീസസ് ആക്കി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് വെച്ച മുട്ട, പിന്നെ നമ്മൾ അരച്ച് വെച്ച സ്മൂത്ത് പേസ്റ്റ്, പിന്നെ നമ്മുടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. അടുപ്പിൽ പാൻ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ബട്ടർ യൂസ് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലോട്ട് ആഡ് ചെയ്യാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നവരെ നമുക്കിത് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മിക്സ്ചറും കൂടി ആഡ് ചെയ്യാം. ഇനി ഇതിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ഗരം മസാല അങ്ങനെ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് എണ്ണ തെളിയുന്ന വരെ നല്ലപോലെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് ഗ്രീൻ പീസും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം.
ഗ്രീൻ പീസ് ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് പ്രഷർ കുക്ക് ചെയ്തെടുത്തതാണ്. ഫ്രഷ് ഗ്രീൻ പീസ് ആണെങ്കിൽ നമ്മൾ ഉള്ളിയുടെയും തക്കാളിയുടെയും കൂടി വേവിച്ചെടുത്താൽ മതി. ഞാനിവിടെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. തിക്ക് ഗ്രേവിയാണ് വേണ്ടതെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഗ്രേവി എങ്ങനെ വേണോ അതനുസരിച്ച് നമുക്ക് വെള്ളം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇതിലോട്ട് കസൂരി മേത്തിയും മല്ലിയിലയും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുകയാണ്. ഗ്രേവി നല്ലപോലെ തിളച്ച് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഗ്രേവി എടുത്ത് മാറ്റാം. അപ്പോൾ വീട്ടിലുള്ള വെജിറ്റേറിയൻസിന് നമുക്ക് വേറെ കറി ഉണ്ടാക്കണ്ടല്ലോ. ഞാൻ കുറച്ച് ഗ്രേവി എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ എഗ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഈ കറി നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ലതാണ്. ഗ്രീൻ പീസ് മാത്രം ഇട്ട ഈ കറിയും നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ റെസിപ്പി എൻ്റെ അനിയൻ എനിക്ക് അയച്ചു തന്നതാണ്. ഈ എഗ് കറിയുടെ വീഡിയോ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ഇടണം എന്ന് അവനാണ് സജസ്റ്റ് ചെയ്തത്. ഞാനിത് ട്രൈ ചെയ്ത് നോക്കി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. താങ്ക്സ് ഫോർ ഷെയറിങ് ദിസ് ഓസം റെസിപ്പി അനിരുദ്ധ്. എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും ഈ കറി തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.